അറിയാത്തൊരാൾ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഇന്ത്യയിൽ ഉള്ളിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ, പക്ഷേ അറിയാത്തവനാണെങ്കിൽ എന്തായാലും രക്ഷപ്പെടാൻ ഭയങ്കര പേടിയോടുകൂടി നമുക്ക് പിന്നെ രക്ഷപ്പെടാൻ നമുക്ക് മാർഗമൊന്നുമില്ല. പക്ഷെ അഥവാ അങ്ങനെ യാദൃശികമായിട്ടൊക്കെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഈ കാടിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്. കാടിനെ ഒരാൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ എന്താണ്? കാടിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മളൊരു പേടിച്ച് പോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, വളരെ പേടിച്ച്. അത് നമ്മൾ പിന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്തെന്ന് വെച്ചാൽ 34 വർഷം പ്രകൃതി, ഈ കാട്, മല, അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ വലിയൊരു കാട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ കൂടെയുള്ളത് മുഹസിൻ വി കെ എന്ന് പറഞ്ഞ സാറാണ്. സാറ് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറാണ്. അദ്ദേഹത്തെയാണ് നമുക്കിന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ കൂടെ സംസാരിക്കാൻ കിട്ടിയിട്ടുള്ളത്. അതിഥിയായ അദ്ദേഹത്തെ നമുക്ക് ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ സാറേ, നമ്മൾ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് കാട് ഒരു കൗതുകവും അത്ഭുതവും നിറഞ്ഞ ഒന്നാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ സ്വതന്ത്രമായിട്ട് കാടിൻ്റെ അകത്ത് പോയി നിൽക്കാൻ പറ്റുന്ന ഒരാൾ കൗതുകത്തോടു കൂടി ഫോറസ്റ്റിലെ ഓഫീസർമാരെയൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു അങ്ങനെയൊക്കെ നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർക്കൊക്കെ ഇത് ഫുള്ള് കാണാൻ പറ്റുമല്ലോ എന്ന് നമുക്കിങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചയിൽ നിങ്ങളെ ഇവിടെ നമുക്ക് മുസ്ലിം സാറോടെ കിട്ടിയതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ശ്രോതാക്കൾക്കും കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ സാറിനൊന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാമെന്ന് തോന്നുന്നു. സാറിൻ്റെ വീട്, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന്. ഞാൻ വണ്ടൂരിനടുത്ത് ചെറുകോട് ചാത്തങ്ങോട്ടുപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും. എൻ്റെ ബാല്യകാലങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ വണ്ടൂരാണ് പ്രദേശം. പിന്നെ ജോലി എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോറസ്റ്റ് തസ്തികയിലേക്ക്, അങ്ങനെ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് അതിൽ നിന്നിപ്പോൾ റിട്ടയർഡായി. ഏകദേശം എത്ര വർഷം? അപ്പം ഞാൻ 34 വർഷത്തോളം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസിൽ ഉണ്ടായിട്ടുണ്ട്. 34 വർഷം. 34 വർഷം പ്രകൃതി, ഈ കാട്, മല, അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുടെ വലിയൊരു കാട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. എപ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രകൃതി, ശരിക്കും നിങ്ങളൊരു നാച്ചുറലായിട്ടുള്ള കാര്യത്തോട്, പ്രകൃതിയോടൊരു ഇഷ്ടം മനസ്സിനുള്ളിൽ അങ്ങനെ തോന്നി തുടങ്ങിയ? സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ഒരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ സർവീസിൽ കയറിയതിന് ശേഷം, ഞാൻ 92 സർവീസ് കയറിയിട്ടുണ്ട്. എൻ്റെ 21 വയസ്സ് കഴിഞ്ഞ ഉടനെ എന്ന് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സർവീസ് കയറിയിട്ടുണ്ട്. ഈ സർവീസ് കയറിയ ഉടനെ ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നുവെച്ചാൽ വനവും എന്നുവെച്ചാൽ വനത്തിൽ കൂടുതൽ നടത്തവും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വലിയൊരു നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങളാണ് ഈ വനത്തിലുള്ള. ഈ ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ബൈ ചാൻസിൽ നിങ്ങൾ എത്തിപ്പെട്ടു ജോലി. അത് ചെറുപ്പത്തിൽ അങ്ങനെ വിചാരിച്ചെത്തിയതല്ല, പക്ഷെ സന്ദർഭവശാൽ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ആ അവസ്ഥയെ അത്യധികം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞു. അതെ അല്ലേ? വളരെയധികം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ അവസാന നിമിഷം വരെ എന്ന് വെച്ചാൽ എനിക്ക് സർവീസിൽ നിന്ന് പിന്നെ ഒരു ലാസ്റ്റ് ഒരു വർഷത്തോളം എനിക്ക് വീട്ടിലേക്കുള്ള ലീവ് ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ എടുക്കാതെ ലാസ്റ്റ് അവസാന നിമിഷം വരെ ഞാൻ ഫീൽഡ് പോയാളാണ്. അത് ശരി. ഞാൻ അത് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് സർവീസിൽ നിന്ന് ചെയ്തത്. മാഷാ അല്ലാഹ്. അതൊരു വല്ലാത്ത, പല ആൾക്കാരുടെ ജോലി, ചില ആൾക്കാർ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയോട് ഒരു ഇഷ്ടമില്ലാതെ അങ്ങനെ കഴിച്ച് ഇങ്ങനെയെങ്കിലും സർവീസ് കഴിഞ്ഞ് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ആ ഒരു ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒട്ടും ആസ്വാദികരമായിരിക്കില്ല. പക്ഷേ സാറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓരോ, കാരണം അങ്ങനെയുള്ളൊരു പ്രദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലർക്കും അസൂയാവഹമായിട്ടുള്ളൊരു കാര്യമാണ് കാടിൻ്റെ അകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ജോലി, അവിടുത്തെ അനുഭവങ്ങളും. ആദ്യത്തെ നിയമനം എവിടെയായിരുന്നു? ഞാൻ ആദ്യത്തെ നിയമനം ഞാൻ തിരുവനന്തപുരത്ത് പിന്നെ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹെഡ് ഓഫീസ് ഉണ്ട് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അവിടെയാണ് എൻ്റെ ആദ്യത്തെ നിയമനം. അത് 2 മാസം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഡെപ്പോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകും. ശരി. 2 മാസം ഇപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അല്ല, ആദ്യം നിയമനത്തിൻ്റെ ഫസ്റ്റ് എപ്പോഴാണ്, എത്രയിലാണ് നിങ്ങൾ ജോലിക്ക്? 92 മാർച്ച് 13 ഞാൻ സർവീസ്. 92 അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. SLC ഉള്ളൂ എൻ്റെ വിദ്യാഭ്യാസം.
അതെനിക്ക് ഡൈ ഹാർനസ് ആയിട്ട് ഞാൻ സർവീസ് കയറിയത്. അതുകൊണ്ട് അത്ര വിദ്യാഭ്യാസം മതിയായിരുന്നു. പിന്നെ പഠിക്കാനും എനിക്ക് സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. എൻ്റെ വലിയൊരു ഫാമിലി, എൻ്റെ ഫാദർ നേരത്തെ മരിച്ചുപോയി, എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ അല്ല ഇത്രയും തസ്തികയിൽ എത്തിയത്, അതിലൊരു വല്ലാത്തൊരു, എല്ലാവരും ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം ഒരാൾ ഇവിടെ എത്തിയില്ല, ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇവിടെ എത്താതിരിക്കില്ല അല്ലേ? അപ്പോൾ വളരെ പിന്നെ ഒരു എന്താ പറയുക, നമുക്കൊരു പ്രചോദനമുള്ള ഒരു ലൈഫായിട്ട് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ലാസ്റ്റ് വിരമിക്കുന്ന സമയത്ത് ഏതിൽ നിന്നാണ് ഇപ്പം ലാസ്റ്റ്? ഞാൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റാറൊക്കെ വെച്ചിട്ട് നമ്മൾ സർക്കിളെ ഒരു ഇതുണ്ട്, സ്റ്റാറുണ്ട്, അത് വെച്ചിട്ടാണ് അങ്ങനെയാണ് വിരമിച്ചിട്ടുള്ളത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വിരമിച്ചെന്ന് തോന്നൂല കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എനർജറ്റിക് ആണ്, ഹെൽത്തി ആണ്, അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതൊക്കെയാണല്ലോ. പിന്നെ കരിയറിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ പ്രൊമോഷനുകൾ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ലൈഫിൽ പലപ്പോഴും ഇങ്ങനെ ഈ പ്രൊമോഷൻ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മളെ എനർജറ്റിക് ആകുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ പിന്നെ ലാസ്റ്റ് ഗ്രേഡായിട്ടാണ് ഞാൻ സർവീസ് കയറിയത്. അതിൽ 92 സർവീസ് കയറി 97 എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. ഫോറസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞ തസ്തിക, അത് യൂണിഫോം ഇടുന്ന തസ്തിക, അതാണ് ഫോറസ്റ്റ് ഗാർഡാണ്. അതെൻ്റെ റേഞ്ച് ഓഫീസറൊക്കെ വന്ന് പറഞ്ഞു, എന്തായാലും പ്രൊമോഷൻ കിട്ടി പോകണം, നീ ഫോറസ്റ്റ് ഗാർഡായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ആ നിലക്ക് ഞാനതിൽ പ്രൊമോഷന് ഞാൻ റിക്വസ്റ്റ് കൊടുക്കും. അങ്ങനെ ഞാൻ ഫോറസ്റ്റ് ഗാർഡായി. പിന്നെ 2009 ഞാൻ ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക്, എന്ന് വെച്ചാൽ ഒരു സ്റ്റാർ വെച്ചിട്ടുള്ള തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടി. പിന്നെ ഞാൻ 2022 ഞാൻ ഡെപ്യൂട്ടി റേഞ്ചർ എന്ന് പറഞ്ഞ തസ്തിക അങ്ങനെ ലാസ്റ്റ് അവിടെത്തി റേഞ്ച് ഫോറസ്റ്റ് ഗ്രേഡ് എന്നുള്ള തസ്തികയിൽ വരെ എത്തി. ശരിക്കും അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഈ പ്രൊമോഷൻസ് കിട്ടുന്നത്? എങ്ങനെയാണ് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സീനിയോറിറ്റിക്ക് അനുസരിച്ച് നമ്മളെ തസ്തികയിൽ നമ്മൾ സീനിയോറിറ്റി അത് പ്രകാരമാണ് നമ്മൾക്ക് ഇങ്ങനെ പ്രൊമോഷനുകൾ ലഭിക്കുക. ചിലപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഇതൊക്കെ അതിന് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നമ്മൾ മേലുദ്യോഗസ്ഥന്മാരുടെ അവരുടെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ഒരു അങ്ങനെയൊക്കെ ഉണ്ടാകും, അവർ പരിഗണിക്കും ജോലി, അതൊന്നുമല്ല, സർവീസ് മാത്രം. സർവീസിനനുസരിച്ച് നമുക്ക് പ്രൊമോഷനുകൾ, പിന്നെ എക്സ്ട്രാ എക്സാമുകളോ ബാക്കിയുള്ളൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ട് എക്സ്ട്രാ സ്കില്ലോ എന്തെങ്കിലും അങ്ങനെ കിട്ടുന്ന ഇതിൽ എക്സാമുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ അതിൽ ഓരോ പ്രൊമോഷൻ ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓരോ തസ്തികയിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദികരമായിട്ടുള്ളത് ഏതായിരുന്നു? ലാസ്റ്റ് അവസാനിച്ചതാണ്? അവസാനത്തിൽ എനിക്ക് ഈ സർവീസിൽ ഓരോ നമ്മൾ പ്രൊമോഷനിലും ഓരോ തസ്തികയിലും നമ്മൾക്ക് ഓരോ മേഖലയും നമുക്ക് തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചർ എന്നുള്ള തസ്തിക, അതുകൊണ്ട് ഒരു സ്റ്റേഷൻ മുഴുവൻ നമ്മളെ അധികാര പരിധിയിൽ വരുന്നത് ആ രീതിയിൽ, ഒരു സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു ചാലിയാർ പഞ്ചായത്തിൻ്റെ ഫുള്ളായിട്ട് വരുന്ന എല്ലാ മേഖലയിലും നമ്മൾ എത്തേണ്ട സ്ഥലങ്ങളായിരുന്നു. അതിൽ വരുന്ന വളരെ പല കാര്യങ്ങളിലും എല്ലാ മേഖലയിലും നമുക്ക് എത്തിപ്പെടാനും ഒരുപാട് പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് ഒരുപാട്, പിന്നെ ആദിവാസി ഊരുകളിലൊക്കെ ഉള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ എനിക്ക്, അത് എൻ്റെ കഴിവുകൊണ്ടല്ല, നമുക്ക് മറ്റുള്ള സംഘടനകളും പിന്നെ സന്നദ്ധ സേവനക്കാർക്ക് നമ്മൾ സഹായിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും അതിൽ ഏറ്റവും എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ? വെല്ലുവിളികൾ, അതായത് ഓരോ പ്രൊമോഷൻ നേരിടാൻ നിങ്ങൾക്കുണ്ടായ ആ പ്രൊമോഷനുമായിട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായില്ല. ഓക്കെ. പിന്നെ ഏറ്റവും അവസാനത്തെ പറഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടി അധികാരപരിധി കുറച്ചുകൂടി വിശാലമാവും. അപ്പോൾ കുറച്ചുകൂടി ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അതിൽ ഏതാണ് കുറച്ചുകൂടിയും നിങ്ങൾക്കൊരു പാഠം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു പഠിക്കാനൊക്കെ പറ്റിയ ലാസ്റ്റ് തസ്തിക തന്നെയാണ് ഡെപ്യൂട്ടി റേഞ്ചർ എന്ന തസ്തിക. ഡെപ്യൂട്ടി റേഞ്ചർ നമ്മളൊരു സ്റ്റേഷനിലുള്ള ഒരുപാട് സ്റ്റാഫ്, നമ്മളെ മേൽനോട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫ്, അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവക്കാരുള്ള, വ്യത്യസ്ത നാട്ടിൽ നിന്ന് വരുന്ന, അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ ജോലി ചെയ്യാനും കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് പിന്നെ അപ്പോൾ നിങ്ങളുടെ ഒരു എവിടെയായിരുന്നു പറഞ്ഞാൽ ഡെപ്യൂട്ടി റേഞ്ചർ ആയിട്ടുള്ളത്? അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ. അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എത്ര അത്യാവശ്യം വൈഡായ സ്ഥലം തന്നെ. മയിലാടി മുതൽ കക്കാടംപോയിൽ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഏരിയ ആയിരുന്നു. പിന്നെ അതിനകത്ത് പഠിക്കാന്ന് പറയുമ്പോൾ എന്തായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് അതിൽ ഇപ്പോൾ പറഞ്ഞു, കുറേ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ അറിയാൻ പറ്റിയ കാര്യം എന്തെങ്കിലും ഉണ്ടാവും? എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ ജോലി ചെയ്യുമ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അത് എല്ലാവരും ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. അതല്ല, നമ്മൾ ഈ വനം സംരക്ഷിക്കുക, ഈ വനത്തിനകത്ത് കൂടെയുള്ള യാത്ര, അത് എല്ലാവരും ചിലപ്പോൾ തയ്യാറാവണമെന്നില്ല.
എന്ന് വെച്ചാൽ ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയെങ്കിലേ നമുക്ക് വനത്തിനെക്കുറിച്ച് പഠിക്കാനും വനത്തിൻ്റെ കാര്യങ്ങളും അതുപോലത്തെ ഈ നാട്ടിലുള്ള നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ ഇത് നമ്മൾ ശരിക്ക് ഫീൽഡിൽ ഇറങ്ങിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് മുഴുവനും എനിക്ക് എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഞാനും അത് മടിയില്ലാതെ ഫീൽഡിൽ പോയിരുന്ന ആളാണ്. അതുപോലെ എൻ്റെ സ്റ്റാഫും അതുപോലെ തന്നെയായിരുന്നു. എൻ്റെ കൂടെ പോരാനും അവരെ ഒറ്റയ്ക്ക് പോകാനും ഫീൽഡിലെ കാര്യങ്ങൾ നമ്മൾ ഫീൽഡ് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പ്രശ്നം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ വളരെ കുറഞ്ഞ പോയതാണ് ഈ മരമുറി. പക്ഷെ മരമുറി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും കൂടി പറ്റാത്തൊരു സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ജോലി ചെയ്ത ആളാണ്. എന്ന് വെച്ചാൽ രാത്രി മുഴുവനും ഈ കള്ളന്മാർ വരുന്നത് നോക്കിയിട്ട് നമ്മൾ നടക്കണം. പക്ഷേ പകല് ഇവർ എവിടെയെങ്കിലും നമ്മൾ കാണാതെ മുറിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ നടക്കണം. അപ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വളരെ കുറവുള്ള കാലങ്ങൾ, കുറച്ച് സമയം നമുക്ക് ഉറങ്ങാം. വീട്ടിൽ വരാനൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ സമയങ്ങളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മരമുറയൊക്കെ നിന്ന് ഇപ്പോൾ വന്യജീവി പിന്നെ നമ്മൾ വേട്ടയാടലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും കഴിയുള്ളൂ. പക്ഷെ അതുണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ കൂടുതലുള്ള പ്രശ്നം. അതിലെന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അശ്രദ്ധ വന്നാൽ നമ്മുടെ ജോലിയെ ബാധിക്കുന്നോ? നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമോ ഗവൺമെൻറ് തലത്തിൽ? ജോലിയെ ബാധിക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഓഫീസർമാർക്ക് നമ്മളിപ്പോൾ കൃത്യമായിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ ഓഫീസർമാർക്ക് ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ബോധ്യപ്പെടലല്ല, നമ്മളെ മേലുദ്യോഗസ്ഥന്മാർക്കും കൂടി ബോധ്യപ്പെടണം നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അശ്രദ്ധയായിട്ട് ജോലിയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നമ്മളെ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന വനത്തിൽ നിന്നും മരങ്ങൾ മുറിച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ വേട്ടയാടൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓഫീസർമാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ജോലിയെ ബാധിക്കും. അതെ. ഇതിൽ ഒരാളിപ്പോൾ ലാസ്റ്റ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സാറ്, ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ നിന്നാണ് പിന്നെ ഈ ഒരു റേഞ്ച് വരെ എത്തി. മാക്സിമം ഒരാൾക്ക് എത്താവുന്ന എന്താണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ? പിന്നെ ഏറ്റവും വലിയൊരു തസ്തികയാണ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോറസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹെഡ് ഓഫീസർ ആളാണ്. ഒരു ഇപ്പം ഇങ്ങനെ ഒരു പ്രൊമോഷൻ കിട്ടി ലഭിച്ച് വരുന്ന ഒരാൾക്ക് ഒരു താഴെഘട്ടിൽ നിന്ന് അവസാനം വരുന്ന ഒരു റേഞ്ച് ഓഫീസർ അല്ലെങ്കിൽ പിന്നെ ഒരു ACF അസിസ്റ്റന്റ് കൺസർവേറ്റർ വരെ എത്താൻ കഴിയുള്ളൂ. പക്ഷെ അതല്ല ഒരു റേഞ്ച് ഓഫീസറായിട്ടാണ് സർവീസ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ ഈ മേഖലയിൽ ചിലപ്പോൾ ഒരു DFO വരെയൊക്കെ വരാൻ പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിനിടയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത നമ്മളെ പേടിപ്പെടുത്തിയിട്ട് നമ്മളൊരു പേടിച്ച് പോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. വളരെ പേടിച്ച് അത് നമ്മൾ പിന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ പോയ സർവീസിൽ 2024-25 ഞാൻ ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് സ്ഥലത്ത് ഒരു ആന ഒരാളെ ചവിട്ടിക്കൊന്നു. അത് പകൽ സമയത്ത് ഒരു 10 മണിയോട് കൂടിയിട്ട് അരയാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജാർഖണ്ഡിലുള്ള ഒരു തൊഴിലാളിയായിരുന്നു. പക്ഷേ എവിടെ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നാലും അവിടെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളളകും. പിന്നെ അവിടെ പിന്നെ ഭയങ്കര പ്രശ്നം, ആ ബോഡി വെച്ചിട്ട് വില വീശുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ആന കിണറ്റിൽ വീണിട്ട് അതിനെ കയറ്റാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങൾ ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് എനിക്കിവിടെ ഈ ആന ചവിട്ടിക്കൊന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തുന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നങ്ങളില്ലാതെ എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി എനിക്ക് ആ ബോഡി സുന്ദരമായിട്ട് ഒരു പ്രശ്നങ്ങളോ, അതിന് വനം വകുപ്പ് മന്ത്രി വരെ DFO വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അത്രയും പേടിച്ചു പോയിരുന്നു. ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു പേടിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെയുള്ള നാട്ടുകാർ മുഴുവനും രാഷ്ട്രീയക്കാർ മുഴുവനും എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ആ ബോഡി അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്റ്റാഫ് ആരും മറക്കില്ല. അത്രയും വലിയ ഞങ്ങളുടെ DFO വരെ അത് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ മറക്കാൻ കഴിയാത്തൊരു അനുഭവം പറഞ്ഞു. അതുപോലെ ഈ ഒരു ശരിക്ക് നിങ്ങൾ ഈ ലാസ്റ്റ് പിന്നെ ട്രാൻസ്ഫർ ആയതിന് ശേഷം എത്ര വർഷമാണ് നിങ്ങൾ സർവീസിലുണ്ടായത്? ലാസ്റ്റ് പ്രൊമോഷനും ട്രാൻസ്ഫറും കൂടി ഒരു സമയത്തായിരുന്നു 4 വർഷത്തിൻ്റെ അടുത്ത്. 4 വർഷത്തിൻ്റെ അടുത്ത്. ആ 4 വർഷം ഇപ്പോൾ ഈ ഒരു സ്ഥലത്താണ് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലല്ലേ? അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്തൃതി, അതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും വേറെല്ലിൽ നിന്ന് അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ള ഇത് പ്രത്യേകത വെച്ചാൽ കൂടുതലും പിന്നെ നമ്മൾ പിന്നെ 12,000 മലബാരം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മലബാരമാണ്. ഒരു വലിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മറ്റേ പ്ലാന്റേഷനുകളൊക്കെ കുറേ പ്ലാന്റേഷനുകൾ ഉണ്ടെങ്കിലും തേക്ക് പ്ലാന്റേഷനുകൾ ഉണ്ടെങ്കിലും പക്ഷെ കൂടുതൽ വൈഡായ ഇങ്ങനത്തെ മലകളാണുള്ളത്.
പന്തീരായിരം മലവാരം, അത് അതൊരു വലിയൊരു മലവാരം തന്നെയാണത്. അത് വ്യത്യസ്തമായിട്ടെന്ന് പറയാനൊന്നുമില്ല, പക്ഷേ എന്നാലും പക്ഷേ നമ്മൾക്ക് പിന്നെ ഇൻറ്റീരിയലൊക്കെ ഭയങ്കര നല്ലൊരു സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ അതുപോലെ തന്നെ ഈ കാടിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീപ്പായിട്ട് ചോദിക്കേണ്ട കാര്യമാണ്. കാടിനെ ഒരാൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ എന്താണ്? കാടിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് മനസ്സിലാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എങ്ങനെയപ്പോൾ നിങ്ങൾക്കത് വിശദീകരിച്ച് തരാം? ഒരാളിപ്പോൾ നിങ്ങളിപ്പോൾ കാട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാടിൻ്റെ വഴികളും കാടിൻ്റെ സ്വഭാവങ്ങളും കാടിൻ്റെ രീതികളും അറിയും. ഒന്നും അറിയാത്ത ഒരാൾ കാട്ടിലെത്തി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവൻ അവിടെ ബുദ്ധിമുട്ടുക? പക്ഷെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അറിയാത്തൊരാൾ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഇന്ത്യയിൽ ഉള്ളിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ, പക്ഷേ അറിയാത്തവനാണ് എന്തായാലും രക്ഷപ്പെടാൻ ഭയങ്കര പേടിയോടുകൂടി നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് മാർഗങ്ങളൊന്നുണ്ടല്ലോ. പക്ഷെ അഥവാ അങ്ങനെ യാദൃശികമായിട്ടൊക്കെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സാഹചര്യങ്ങളാണ്. ഏതെങ്കിലും കാരണവശാൽ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ എപ്പോഴെങ്കിലും വല്ല തോടോ പുഴയോ കണ്ടെത്താൻ നോക്കുക. ആ ഒഴുക്കിനനുസരിച്ച് താഴത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ അത് റിസ്ക് ഉള്ള ഏരിയ ആയിരിക്കും. പക്ഷെ അങ്ങനെ അത് ചെറിയൊരു മാർഗ്ഗങ്ങൾ അതുള്ളൂ. പക്ഷെ ഒന്ന് പേടിപ്പെടാതിരിക്കുക. പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാട്ടിനുള്ളിൽ ചെന്നപ്പോൾ ഞാനൊക്കെ പോകണ മലേൻ്റെ മുകളിലൊക്കെ ചെന്നാൽ നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയുണ്ടാവില്ല. അതെ. കാടിന് ഇപ്പോൾ ഈ നമ്മൾ പുഴയുടെയും മഴയുടെയും കാര്യം പറയുമ്പോൾ ചില സ്വഭാവ മാറ്റങ്ങൾ, അതുപോലെ കാടിനും ചില മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പിന്നെ രാത്രിയാകുമ്പോൾ ഒരു പ്രത്യേക രീതി, അതുപോലെ പകൽ രാവിലെ അങ്ങനെയുള്ള ചേഞ്ചസുകൾ ഉണ്ടാവും. പക്ഷേ അതെ നമ്മൾ കാട്ടിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാട്ടിൽ നമ്മളിപ്പോൾ ഒരു നല്ല ഒരു ഇന്ത്യയിൽ ഉള്ളിലേക്ക് കയറി ചെന്നാൽ നമുക്കൊരു 4 മണിയാകുമ്പോൾ തന്നെ നമുക്കൊരു ഇരുട്ടാവുന്ന ആ ഫീൽ ഉണ്ടാവും. വെച്ചാൽ ചെറിയ തണുപ്പും അതുപോലെ തന്നെ ഇരുട്ടായിട്ടുള്ള കൂടുതൽ ഫുള്ള് മരങ്ങളും അത് വെള്ളച്ചാട്ടവും കാടും പിന്നെ പാറയും ഇതൊക്കെ ആ പാറക്കെട്ടിലൊക്കെ ആൾ കയറും. അപ്പോൾ നമുക്കൊരു 4-5 മണിയാകുമ്പോൾ തന്നെ നമുക്ക് ഇരുട്ടായ ഒരു ഫീൽ ഉണ്ടാവും. അതുപോലെ നേരം വെളുക്കുമ്പോൾ തന്നെ വെളുക്കാൻ നമുക്കൊരു 5 മണിക്ക് 6 മണിക്കൊന്നും നേരം വെളുത്തെന്ന് നമുക്ക് തോന്നില്ല. ഒരു 7 മണിക്കാകുമ്പോഴേ ചെറിയ സൂര്യപ്രകാശമൊക്കെ നമുക്ക് കിട്ടി തുടങ്ങുള്ളൂ അല്ലേ? അതെ. സാറേ, ഇപ്പോൾ റിട്ടയർഡ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം വളരെ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോകേണ്ടതെന്നാണ് സാറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അപ്പോൾ കാടിൻ്റെ അകത്ത് മാത്രമല്ല, കുറച്ചുകൂടി ഫിസിക്കൽ കായികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയും താല്പര്യനാണ്. അപ്പോൾ അതിൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ശേഷം പിന്നെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയോ സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ചില പദ്ധതികളുണ്ടല്ലോ? ഉണ്ട്. ഞാൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്പോർട്സിനോട് താല്പര്യമുള്ള ആളായിരുന്നു. സ്കൂൾ മീറ്റിലും പങ്കെടുത്തിട്ടല്ല, പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഓടുന്നതിനും കളിക്കുന്നതിനൊക്കെ ഭയങ്കര താല്പര്യമില്ല. അതുപോലെ സർവീസ് കയറിയതിനു ശേഷം 92 മുതൽ 2026 വരെ ഡിപ്പാർട്ട്മെൻറ്റ് സ്പോർട്സ് ഉണ്ട്, വനംവകുപ്പിൻ്റെ സ്പോർട്സ് ഉണ്ട്. അതിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഞാൻ 8 നാഷണൽ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ദേശീയ മീറ്റുണ്ട് ഞങ്ങൾക്ക്, അതിൽ 8 ദേശീയ മീറ്റിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ റിട്ടയർഡ് ചെയ്ത് ഞാൻ പ്രാക്ടീസ് അന്ന് മുതലേ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഒക്കെ ചെയ്യാറുണ്ട്, വീട്ടിൽ നിന്നാണെങ്കിലും ചെയ്യും. പക്ഷേ അത് റിട്ടയർഡ് ചെയ്തതിന് ശേഷം പെൻഷൻകാരുടെ സ്പോർട്സ് ഉണ്ടായിരുന്നു, പെൻഷൻ അയാൾ. അപ്പോൾ ഇങ്ങനെ സ്പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിൽ പങ്കെടുത്ത് വണ്ടൂർ ബ്ലോക്ക് ലെവലിൽ ഒരു മീറ്റ് നടന്ന് അതിൽ 3 ഐറ്റംസ് പങ്കെടുത്ത്, അതിൽ 3 ഐറ്റംസിലും ഫസ്റ്റ് കിട്ടി. അതിൽ പിന്നെ ജില്ലയിൽ പങ്കെടുത്തതിലും ഫസ്റ്റ് അടിച്ച്. ഇനിയിപ്പോൾ അടുത്ത മാസം 10-ാം തീയതി പിന്നെ ഒരു സ്റ്റേറ്റ് മീറ്റ് നടക്കുന്നുണ്ട് തിരൂർ വെച്ചിട്ട്, അതിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാഷാ അല്ലാഹ്. ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പോൾ. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂലക്കൽ ഇരിക്കുക എന്നുള്ള അതിനൊക്കെ മാറിയിട്ട് മറ്റുള്ളവർക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ്. മാഷാ അല്ലാഹ്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ വൈൻഡപ്പിന് സമയമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ഇതുവരെ നമ്മളോട് കൂടെ സംസാരിച്ചിട്ടുള്ളത് മുഹസിൽ സാറാണ്. മുഹസിൽ സാറ് പിന്നെ അകമ്പാടം നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ നിന്നും അകമ്പാടം റിട്ടയർഡ് ഫോറസ്റ്റ് സ്റ്റേഷനിലെ റേഞ്ച് ഓഫീസർ റിട്ടയർഡ് ചെയ്തിട്ടുള്ള മുഹസിൽ സാറിൻ്റെ കൂടെയായിരുന്നു കൂടിക്കാഴ്ചയിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്നത്. വലിയ സന്തോഷം സാർ ഇത്രയും സംസാരിച്ചതിന്. ഇൻഷാ അല്ലാഹ്, അപ്പോൾ മറ്റൊരു കൂടിക്കാഴ്ചയിൽ മറ്റു ഒരു സന്ദർഭത്തിൽ നമുക്ക് വീണ്ടും കാണാം. പീസ് റേഡിയോ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.